ചക്കത്തോട്ടങ്ങൾ കേരളത്തിൽ പുതുമയല്ല, എന്നാൽ മലയാളക്കരയിലെ തോട്ടങ്ങളിലാകെ വിയറ്റ്നാംകാരന്റെ ആധിപത്യമാണെന്ന് മാത്രം. 2ാം വർഷം ഫലം നൽകി തുടങ്ങുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി ഇനമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് കൃഷി ചെയ്യുന്നവരെല്ലാം തന്നെ നട്ടിരിക്കുന്നത്. വീട്ടിൽ സിന്ദൂരിരിക്കെ നാട്ടിൽ വിയറ്റ്നാംകാരനെ തേടി നടക്കുന്ന എന്തിനെന്ന് ചോദിക്കുകയാണ് തൃശൂർ കൊടകര സ്വദേശി ഡോക്ടർ ടെന്നിസൺ ചാക്കോ. കൊട്ടാരക്കര സദാനന്ദപുരം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പറഞ്ഞ സിന്ദൂർ എന്ന ഈ സുന്ദരി പ്ലാവ് ഫലം നൽകുന്ന അമ്മച്ചി പ്ലാവാൻ 5-6 വർഷം വേണ്ടിവരുമെന്നുള്ളത് നേര് തന്നെ. പക്ഷേ ഇതിനിടെ വളർച്ചയുടെ ബാല്യവും കൗമാരവും പിന്നിടുന്ന സിന്ദൂർ അമ്മച്ചിയാകാനുള്ള ആരോഗ്യം നേടിയിരിക്കും. അതുകൊണ്ട് തന്നെ 20-25 ചക്കയുള്ള ഒരു കൂട്ടുകുടുംബം തന്നെ ഈ ഇനം പ്ലാവിൽ നിന്ന് പ്രതീക്ഷിക്കാം. മികച്ച തൂക്കമുള്ള സുന്ദരി ചക്കളാവും ഓരോന്നും. അഴകുള്ള ചക്കയിൽ ചുളകൾക്ക് പഞ്ഞമില്ലെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പഴുത്തു കഴിഞ്ഞാൽ മറ്റിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുവന്നു തൊടുത്ത ചുളകളാണ് സിന്ദൂർ നൽകുക. അതുകൊണ്ട് തന്നെ കാണുന്നവരുടെ ആകെ മനം കവരാനും സിന്ദൂറിന് കഴിയുന്നു. സിന്ദൂറിനൊപ്പം രുചിയിൽ മുന്നിൽ നിൽക്കുന്ന J33 ഇനം പ്ലാവുകളും ഡോക്ടർ ടെന്നിസൺ വെച്ചിട്ടുണ്ട്. പ്ലാവ് കൃഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സിന്ദൂരാണെങ്കിലും J33 ആണെങ്കിലും ഒക്കെ വലിയ സൈസ് വരുന്ന പ്ലാവുകളാണ്. ഈ വെറൈറ്റി പ്ലാവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വെറൈറ്റി പ്ലാവ് ഒരു 10-25 പ്ലാവ് 10-50 പ്ലാവെങ്കിലും ഉണ്ടാവും. ഈ വെറൈറ്റി നല്ലതുപോലെ ഈൽഡ് ഈ വർഷം വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതിനാൽ എനിക്കിത് 8ാം വർഷമായിട്ടുള്ളത്. ശരിക്കും നമുക്കത് നല്ല ഭംഗിയിൽ കാണാവുന്ന ഷേപ്പിലാണ് പ്ലാവ് വന്നിരിക്കണേ. ഇതേതാ വെറൈറ്റി എന്ന് പോലെ ഏത് ഫാമിൽ നിന്ന് എടുത്തെന്നൊരു ധാരണ 30 ചക്ക കൂടുതലുണ്ടാവും. നല്ല ഷേപ്പുമാണ് വരുന്നത്, നല്ല ഡ്രോപ്പ് ഷേപ്പ് കണ്ടോ, നല്ല ഷേപ്പും ഉണ്ട്, സൈസും വരുന്ന ലക്ഷണം കാണുന്നേ. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് കൊണ്ടുപോയി ഒരു 15 കിലോ 20 കിലോന്റെ അടുത്തുള്ള സാധനം കൊണ്ടുപോയി കഴിഞ്ഞ് ചെന്നപ്പോൾ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവര്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, കഴിഞ്ഞ വർഷം ഒരു പ്ലാവുമെന്ന് ഞാൻ ഇട്ടത്. ചക്ക 32 കിലോ ഉണ്ടായിരുന്നു, ഒറ്റ ചക്ക. ഈ വെറൈറ്റി അല്ല, വേറൊരു വെറൈറ്റി. അത് പ്ലാവിന്റെ ഷേപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് പ്ലാവിന്റെ വെറൈറ്റികളെ പറ്റിയിട്ട് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ട് ആരും അതിനെ ആധികാരികമായിട്ട് ഇന്ന വെറൈറ്റി എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് വേറെ ഒരു കാര്യം. കാരണം വെച്ചാൽ സിന്ദൂർ നമുക്ക് പറയാം, ഡാങ്സൂര്യ പറയാം, J33 പല ഫാമുകളിൽ നിന്ന് വരുന്ന ചക്കയിലും പലരും പല വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പല ക്യാരക്ടറെ കാണിക്കണേ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അത് പറഞ്ഞത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് J33 ഞാൻ ക്ലെയിം ചെയ്യുന്നു, മനസ്സിലായോ? അപ്പോൾ വേറെ ആൾക്കാർ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ല എൻ്റെ ചക്കയിൽ കാണുന്നത്. പക്ഷേ കോമൺ ആയിട്ട് പറയുന്ന J33 ക്യാരക്ടേഴ്സ് എല്ലാം എൻ്റെ ചക്കയ്ക്ക് ഉണ്ട് താനും. അതാണൊരു ഇഷ്യൂ. എനിക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്. നമുക്കിത് ആധികാരികമായിട്ടൊരു ഇപ്പം കഴിഞ്ഞത് എക്സ്പേർട്ട് ഇല്ല ഈ ഫീൽഡിൽ. ചക്ക കൃഷിയിൽ എന്താ എക്സ്പേർട്ട്? കമേഴ്ഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ 2 എണ്ണം ഉള്ളത് J33 ചെയ്യാം. ഈ വെറൈറ്റി ഞാൻ പേരിടാൻ പോകുന്നേ ഉള്ളൂ. പേര് ചിലപ്പോൾ എൻ്റെ പേരിടേണ്ടി വരുമോ ഈ നാടിൻ്റെ പേരിടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം പലരും ഒന്ന് നോക്കിയിട്ട് ഏതാ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് ഏതാ വെറൈറ്റി എന്നൊന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കിയത് നല്ലതാണ്. ഇതിൻ്റെ ഒരു ഇലയുടെ ഷേപ്പ് കണ്ടോ, അതിൻ്റെ ഞെട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇല മേലോട്ട് മടങ്ങി നിൽക്കുന്നൊരു പാറ്റേൺ കണ്ടോ, ഈ ഇല മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടോ. എന്താണ് ഇതിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് ഇതിൻ്റെ നോക്കി ഇല കണ്ടോ, ഇല ഇങ്ങനെ ഒരു ചക്കയോട് ചേർന്ന് നിൽക്കുന്ന ഇല, കൂമ്പി നിൽക്കുന്നൊരു ഇല. ഏതാണ് വെറൈറ്റി എന്ന് എനിക്ക് പറയാൻ ആളല്ല ഞാൻ. പിന്നെ സിന്ദൂറാണ് ഞാൻ പറയാം. സിന്ദൂർ ശരി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കേട് കുറവും സൈസ് കൂടുതലും സിന്ദൂർ തന്നെ കിട്ടുന്നത്. മാർക്കറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത സിന്ദൂരാണ്. J33 എന്നുള്ള ചക്കയുടെ ചുളയ്ക്ക് മഞ്ഞ കളറാണ്, മധുരമാണ്. എങ്കിലും ഈ വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് ചക്ക എന്ന് പറയുമ്പോൾ ഒരു 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 വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു വെട്ടി കാണുമ്പോൾ ആ റെഡ് കളർ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ, അത് സിന്ദൂറിലാണ് കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഷേപ്പും സിന്ദൂരാണ് നല്ലത്. വെയിറ്റ് ഒരു 15 കിലോ ആവറേജ് വെയിറ്റ് വരും. ഒരു 8 വർഷം പ്രായമായ പ്ലാവുകളുമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാവുമ്പോൾ നമുക്ക് 25 ചക്ക കിട്ടും. 25 ചക്ക ഒരു പ്ലാവുമെന്ന് കിട്ടിയാൽ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വില 35-40 രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ട് നമുക്ക്.
അപ്പോൾ നമ്മൾ ഒരു ചക്കയ്ക്ക് നമുക്ക് 500 രൂപ 600 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ 25 ചക്ക ഒരു ആവറേജ് പ്ലാവുമെന്ന് കിട്ടിയാൽ ഒരു എത്ര കാശായാലും ചുമ്മാ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ കമേഴ്ഷ്യലായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് പ്ലാവ് കൃഷിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക സിന്ദൂർ ചെയ്യാനായിരിക്കും. 6-ാം വർഷമേ അവൻ ചക്ക തരുള്ളൂ. 7-8-ാം വർഷം തൊട്ട് ശരിക്കും നല്ലതുപോലെ കായ്ക്കും. നമ്മൾ പ്ലാവിലെ ഫോട്ടോസ് നമ്മൾ കണ്ടില്ലേ, ഒരു പ്ലാവുമൊക്കെ ജസ്റ്റ് നമുക്ക് സിന്ദൂരിനെ ഒന്ന് നോക്കാം. സിന്ദൂരിൻ്റെ ആ ക്യാരക്ടർ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക്. ഈ 2 സിന്ദൂരാണ് നിൽക്കുന്നത്. ഇപ്പം ഇതിമത്തെ ചക്ക ഉണ്ടാകുന്ന രീതി നോക്കിയാൽ കൂട്ടം കൂടി കേട് വരുന്ന രീതിയിൽ ചക്ക ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് മാക്സിമം 2 വീതമൊക്കെയാണ് ചക്ക ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു 8 വർഷം പ്രായമായ പ്ലാവ് അത് ഒരു 10 ഇട്ട് പോയിട്ടുണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലായിട്ട്. നമുക്ക് ജാനുവരി മുതൽ തന്നെ മൂത്ത ചക്ക കിട്ടി. ഇത് നോക്കിയാൽ ഇതൊരു 8 വർഷം പ്രായമായ പ്ലാവുമത്തെ ചക്ക നോക്കിയാൽ ഒരു 25 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവില്ല. ഇതുമേ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ, ഈ റിബൺ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ സിന്ദൂരാണ്. റിബൺ കിട്ടിയത് സിന്ദൂരാണ്. ഈ സിന്ദൂർ നോക്കിയാൽ ഇതിൻ്റെ പാറ്റേൺ കണ്ടോ, ഒരു 15-20 ചക്ക ഉണ്ടായില്ലേ. അല്ലല്ല, ഇപ്പൊ ഇന്ന് അശോക് വരുന്നുണ്ടല്ലോ എറണാകുളത്തുള്ള നല്ലോണം ചക്ക. സിന്ദൂരാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആളുടെ. ആള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 500-800 കിലോ ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവര് നേരെ. അല്ല പ്രോസസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, ഒരു കാർത്തിക് എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്. അവർ ചക്ക കൊണ്ടുപോയിട്ട് ചുള പറിച്ച് 200 ഗ്രാമിൻ്റെ ബോക്സിലാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്തുള്ളത് പ്ലാവിൻ്റെ കടയ്ക്ക് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഞാനായിട്ടോ എൻ്റെ ഏതെങ്കിലും ജോലിക്കാരായിട്ടോ എല്ലാ പ്ലാവിൻ്റെയും കടയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എത്തും. ഇപ്പോൾ ഇതുമ്മ കാണാം നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ പറ്റിയിട്ടുള്ള പരിക്കുകളിലൊക്കെ കേടുവന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഈ റബ്ബർ കോട്ട് അടിച്ചിരിക്കുന്നതാണ്. അതിൽ കൂടെയൊക്കെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടി അടിച്ചാണ് റബ്ബർ കോട്ട് അടിക്കണതാണ്. റബ്ബർ കോട്ട് അതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളാണ്. പിന്നെ എല്ലാ വർഷവും 2 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ കടയ്ക്കൽ തടിയോട് ചേരെ നമ്മുടെ ബോഡോക്സ് മിക്സ്ചർ അല്ലേ, ഇപ്പോൾ ഈ പ്ലാവുകൾക്ക് മെയിൻ പ്രോബ്ലം, ഈ ഹൈബ്രിഡ് പ്ലാവുകളുടെ മെയിൻ പ്രോബ്ലം, പ്ലാവ് അങ്ങനെ തന്നെ ഒരു സുപ്രഭാതത്തിൽ കാണാം പ്ലാവ് ഫുള്ളായിട്ട് ഉണങ്ങിയായിട്ട് പോകും. നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണാം കടയ്ക്ക് അതിൻ്റെ തൊലിയോട് ചേരെ നല്ലതുപോലെ തൊലി അഴുകിയിരിക്കുന്നുണ്ടാവും. അഴുകിയിരിക്കുന്നുണ്ടാവും. അതിന് ചെയ്യാൻ പറ്റുന്ന ആകെ പ്രിവെൻറ്റീവ് മെത്തേഡ് കടയ്ക്ക് ചവർ ഇല്ലാതിരിക്കുക. ഇത് വേനൽക്കാലം ഇതിന് ചവർ ആവശ്യമാണ്. ഈ മഴക്കാലത്ത് കട തൊട്ട് ചേര ഭാഗം ക്ലീൻ ആയിട്ട് കിടക്കുക, ഒന്നും ഉണ്ടാവാതിരിക്കുക. പിന്നെ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് 1 മീറ്ററെങ്കിലും ദൂരെ ഡ്രിപ്പ് ഇറിഗേഷൻ വരാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, വർഷത്തിൽ 2 പ്രാവശ്യം കടയ്ക്ക് വെറുതെ നമ്മൾ ബോഡോക്സ് മിക്സർ ഡ്രമ്മിൽ കലക്കിയിട്ട് ഒരു ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് 2 കപ്പ് തടിയുമയ്ക്ക് ഒഴിക്കും. അപ്പോൾ 2 അടി തടിയുടെ ഭാഗത്തേക്കും താഴേക്ക് ഒഴുകി പോകാവുന്ന രീതിയിൽ നമ്മൾ ബോഡോക്സ് മിക്സർ ഒഴിച്ചു വെക്കും. അപ്പോൾ ഒരു പെയിന്റ് ചെയ്ത പോലെ നിൽക്കും. മഴക്കാലത്ത് അതൊരു പ്രൊട്ടക്റ്റീവ് കാര്യമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. റബ്ബർ കോട്ടിങ്ങിന് ജംഗ്ഷൻസിൽ കമ്പൊടിഞ്ഞു പോയ സ്ഥലങ്ങളിൽ അടിക്കും. മുറിപ്പാടുകളുള്ളവർക്ക് റബ്ബർ കോട്ട് അടിക്കുന്നുണ്ട്. അത് മുറിപ്പാടുള്ളത് നോക്കിയിട്ട് ഒരു പ്രാവശ്യം ചെയ്യാറുള്ളത്, വർഷത്തിൽ 1 പ്രാവശ്യം ചെയ്യാറുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് കൃഷിയിലേക്ക് വന്നിട്ട് 2-3 വർഷമല്ലേ ആയുള്ളൂ. ഇനി കുറെ പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് വളം നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്, ശരിക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രിപ്പിൽ കൂടെ ഈ വർഷം 2-3 പ്രാവശ്യം ഞാൻ SOP കൊടുത്തിട്ടുണ്ട്. ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡിൻ്റെ കോമ്പിനേഷൻസ് 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഓരോ പ്ലാവിനും 2 ചാക്ക് ചാണകപ്പൊടി വിതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം 1/2 കിലോ വീതം പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾക്ക് പാരമ്പര്യമായിട്ട് 50 വർഷത്തോളം, എനിക്ക് 55 വയസ്സായി. ചെറിയ പ്രായം തൊട്ട് ഞങ്ങൾ കൃഷി ഫാമിലിയാണ്. പ്രൊഫഷണലി ഞാൻ ഡോക്ടറാണെങ്കിലും കൃഷി ഫാമിലിയാണ്. കൃഷി കണ്ടു വളർന്ന ആളാണ്. നെൽകൃഷിയും തെങ്ങ് കൃഷിയും ജാതി കൃഷിയും ചിലതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. നെൽകൃഷി അവസാനിപ്പിച്ചു, ജാതി കൃഷി അവസാനിപ്പിച്ചു, കൃഷി അവസാനിപ്പിച്ചു. ജാതി കൃഷി ഈ വർഷത്തോട് ഞാൻ ടോട്ടലി സ്റ്റോപ്പ് ചെയ്തു.
അതൊരു സാഡ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വർഷം ഒരു 50 വർഷത്തോളം പ്രായമായ 150ഓളം ജാതികൾ ഈ വർഷം ഞാൻ വെട്ടി. ഇപ്പം നിങ്ങൾ എൻ്റെ മറ്റു പറമ്പിൽ വന്നാൽ കാണാം. അങ്ങനെയല്ല, ഒരു 25 വർഷം മുമ്പ് നമുക്ക് ജാതിക്ക് കിട്ടിയിരുന്ന അതേ വില തന്നെ ഇപ്പോൾ കിട്ടുന്നു. 200-220 രൂപ ആണ് 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വില. ആ വില തന്നെ ഇപ്പോൾ കിട്ടുന്നു. 20 വർഷം മുമ്പ് നമുക്കെല്ലാം ജോലിക്കാർ വെച്ചിട്ടാണ് നമ്മളെല്ലാം നടന്നിരുന്നത്. അന്ന് ജാതിക്ക് പറക്കുകയും പൊളിക്കുകയും ചെയ്തിരുന്ന ചേച്ചിമാർക്ക് 200 രൂപ കൂലി കൊടുത്തിരുന്നു. ഇപ്പോൾ ആ ചേച്ചിമാരൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ 600-700 രൂപ കൂലി കൊടുത്തിട്ടുള്ള ഹിന്ദി ആൾക്കാരാണ് അത് ചെയ്യണത്. നമ്മുടെ എക്സ്പെൻസ് 3 ടൈംസ് ആകുന്നു. എക്സ്പെൻസ് 3 ടൈംസ് ആകുന്നു, നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറയുന്നു. നമ്മൾ പ്രൊഡക്ഷൻ കൂടുന്നില്ല. എല്ലാം പഴയ മരങ്ങളല്ലേ, പഴയ മരങ്ങളാണ്. ഇപ്പോഴത്തെ പുതിയ മരങ്ങളാണ് ജാതിക്ക് ഒരു 100 എണ്ണം 120 1 കിലോ തൂങ്ങുക. പഴയ മരങ്ങളാകുമ്പോൾ കായ സൈസ് കുറവായിരിക്കും. അന്ന് ബഡ് ചെയ്തതാണെങ്കിലും അതിൻ്റെ ആ വെറൈറ്റിയിൽ കായയുടെ സൈസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കായ കൊണ്ട് ചെല്ലുമ്പോൾ കടക്കാർക്ക് ഒരു താല്പര്യമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് അവർ വിഷമിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ജാതി കൃഷി ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ ജാതിയുടെ ഇടയിൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് 2016-17 തന്നെ എല്ലാ ജാതിയുടെയും, ജാതി വെച്ചാൽ വലിയ ജാതിയായില്ലേ, ചെമ്പത്തങ്ങിൻ്റെ ഹൈറ്റ് ആയില്ലേ. അപ്പോൾ നമ്മളൊരു 10 അടി ഹൈറ്റിൽ വെച്ച് 12 അടി ഹൈറ്റിൽ വെച്ച് കമ്പെല്ലാം കോതി താഴെ നല്ലപോലെ വെളിച്ചം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ഞാൻ മാംഗോസ്റ്റിൻ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് മാംഗോസ്റ്റിൻ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഏകദേശം ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു 300ഓളം മാംഗോസ്റ്റിൻ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് എല്ലാ ജാതിയും ഞാൻ വെട്ടിക്കളഞ്ഞു. ഇപ്പം മാംഗോസ്റ്റിന് നമ്മൾ ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ്. മാനുവൽ ലേബർ കുറയ്ക്കുക. കോസ്റ്റ് കുറയുണ്ടോ ഇൻകം കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ലേബർ കുറയുമല്ലോ. നമുക്ക് മാംഗോസ്റ്റിന് ആകെ നനച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുക. ഒരു വർഷത്തിൽ 2 മാസം മാക്സിമം 1.5 മാസമല്ലേ വേണ്ട സാധനം പൊട്ടിച്ച് വിൽക്കുക. പൊട്ടിക്കുക, തൂക്കം നോക്കുക, വിൽക്കുക. ഇപ്പോൾ സാധനം പൊട്ടിക്കാനും ആളുണ്ട്, വാങ്ങിച്ചാൽ സാധനം വീണേലും എടുത്തിട്ട് പോകാൻ ആളുണ്ട് ഇല്ലേ. റംബുട്ടാനും അതേപോലെ തന്നെ അത് അവർ വന്ന് പൊട്ടിച്ചോളും. പക്ഷെ ഞാൻ എൻ്റെ പണിക്കാർക്ക് എനിക്ക് സ്ഥിരമായിട്ട് 3 പേരുണ്ട്. 365 ഡേയ്സ് ജോലിക്കാരാണ് അവർ. ഇപ്പോൾ ഈ കാണുന്ന 2 പേരും എന്താ ചേട്ടനും 365 ഡേയ്സ് എൻ്റെ കൂടെയാണ്. ഈ പറമ്പിൽ ആ പറമ്പിൽ ഏതെങ്കിലും പറമ്പിലായിട്ട് അവർക്ക് എന്തെങ്കിലും ജോലികൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഏതെങ്കിലും പറമ്പിൽ അവർക്ക് എന്തെങ്കിലും ജോലിയായിട്ട് നമ്മളെ പ്ലാൻ ചെയ്യും. ഇല്ല, ജാതിനെ ഞാൻ ടോട്ടലായിട്ട് വിട്ടു. ലേബർ ഒരു പ്രശ്നം. ജാതിയുടെ വില കയറുന്നില്ല. അടയ്ക്കാമരം എൻ്റെ കുറച്ച് കസിൻസൊക്കെ നല്ലപോലെ എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. എല്ലാവർക്കും പല ബിസിനസ്സുള്ള ആൾക്കാരാണ്. എല്ലാവരും പ്രൊഫഷണലി ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആൻസസ്റ്റർ പ്രോപ്പർട്ടീസ് ആരും കളഞ്ഞിട്ടില്ല. എല്ലാവരും കുറച്ച് ഭൂമി വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എല്ലാവരും ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതേപോലത്തെ ഇപ്പം നിങ്ങളിപ്പോൾ ചുറ്റുവട്ടം കണ്ടില്ലേ പറമ്പുകൾ ബെയർ ലാൻഡായിട്ട് കിടക്കുന്നത് കണ്ടോ. ഞങ്ങൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നവരാ. നേരം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് വേറെ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങാവൂ. വേറെ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കൃഷീനൊരു പാഷൻ പോലെ എടുക്കാനും പാടുള്ളൂ. വേറെ ഇൻകം സോഴ്സ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെയുള്ളവരാണ്. ഒരാൾ ഹോട്ടലിയറാണ്. മൂന്നാറത്തെ വൈബ് റിസോർട്ട് എന്നുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി കൺസേൺ ആണ്. ഒരു 5 സ്റ്റാർ റിസോർട്ട് അവിടെ. അവരൊക്കെ ഒത്തിരി ലാൻഡ് ഉണ്ട്. ഇപ്പം എനിക്കുള്ളതിനേക്കാളും കൂടുതൽ ലാൻഡ് ഉണ്ട് അവർക്കൊക്കെ. 1 ഇഞ്ച് പോലും കളയാതെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ബാക്കപ്പായിട്ട് വേറെ സോഴ്സ് ഉണ്ടാവണം. ഇതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനോ വീടും ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇതിപ്പോൾ ഈ പറമ്പിന് ആ മെഷീൻ വാങ്ങിക്കണം. നമ്മൾ സ്മാം വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഈ ചവറ് ആൾക്കാരെ കൊണ്ട് അടുപ്പിക്കുന്നത് എളുപ്പമാവുന്നില്ല. ഈ ചുറ്റുവട്ടത്തെല്ലാം ബെയർ ലാൻഡുകളാണ്. അവരെങ്ങനെ അബദ്ധവശാൽ ഒരു തീയിടുകയോ അതിനൊരു ആളി പറന്ന് എൻ്റെ ഈ പറമ്പിലേക്ക് വീഴുകയോ ചെയ്താൽ അപ്പം കംപ്ലീറ്റ് കത്തിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പോകും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ സൊല്യൂഷൻ അന്വേഷിച്ചപ്പോഴാണ് ഈ റോഡിൽ പൊടി അടിച്ച് കളയണ ടാറിങ്ങിനും ആ മെഷീനും ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിന് 17,000-18,000 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തരുമെന്ന് ചോദിച്ചു. അവർ നാളെ രാവിലെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. സാധനം മേടിച്ചു. പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ സബ്സിഡി പോയി നോക്കാനും നമുക്ക് സാധിക്കില്ല, സമയമില്ല. കാരണം അത് പർപ്പസ് നടക്കില്ല നമ്മുടെ. അപ്പോൾ തന്നെ മെഷീൻ മേടിച്ചു. ഫയർ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ.
ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായാൽ ആ തീ കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കാനായിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒരു 10-15 പ്ലാവിൻ്റെ വീതം ഒരു യൂണിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ചവറ് അവിടെ തന്നെ കിടന്ന് മണ്ണിൽ അമ്പിപ്പോയാൽ മതി. ഈ 2017-18 ഞാൻ ഇതിനകത്ത് പറമ്പിൽ ആക്ടിവിറ്റി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അന്ന് ഇതിനകത്തൊരു 15ഓളം കടപ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. കടപ്ലാവിൻ്റെ ഒരു ഗുണം അത് നല്ലതുപോലെ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും നമുക്ക് 3-ാം വർഷം ചെറിയ രീതിയിൽ കായ്ക്കാൻ തുടങ്ങും. 8 വർഷമായ കഴിഞ്ഞ വർഷം 2024 2 പ്രാവശ്യം അതിന് വന്ന് ഞാൻ ഈൽഡ് എടുത്തു. ഈ 15 മരത്തിൽ വന്ന് 2 പ്രാവശ്യം ഈൽഡ് കിട്ടി. വളം നന്നായിട്ട് എടുക്കുകയും വെള്ളം ഉണ്ടാവുകയും ചെയ്ത് 2 പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ഈൽഡ് കിട്ടി. അത് ആരും വിശ്വസിക്കില്ല. ഈ 15 മരത്തിൽ വന്ന് ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് കടച്ചക്ക വിറ്റു. കടച്ചക്ക വിറ്റു. 8-ാം വർഷം 1.5 ലക്ഷം രൂപ കടച്ചക്ക ഞാൻ 15 മരത്തിൽ നിന്ന് വിറ്റു. അത് എനിക്ക് 80 രൂപ, 90 രൂപ, 100 രൂപ വെച്ച് കിലോയ്ക്ക് വില കിട്ടി. അത് പക്ഷേ ഈ വർഷം ഞാൻ കടച്ചക്കേനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ആ കടച്ചക്ക വലുതായി വരുമ്പോൾ, കടപ്ലാവ് വലുതായി വരുമ്പോൾ ആ പ്രദേശത്തുള്ള മറ്റു മരങ്ങളെ മുഴുവൻ അവൻ കവർ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കടപ്ലാവ് 3-4 എണ്ണം ഞാൻ വെട്ടി. ഈ വർഷം കടപ്ലാവിൻ്റെ സൈസ് ഞാൻ കുറച്ചു. കാരണം ആ കടപ്ലാവിൻ്റെ അരുവത്താണ് എൻ്റെ മാംഗോസ്റ്റീൻസ് നിൽക്കണേ. കടപ്ലാവിന് വലുതാവാൻ അവസരം കൊടുത്താൽ മാംഗോസ്റ്റീൻ അനങ്ങില്ല, മാംഗോസ്റ്റീൻ ഡള്ളായി പോണു. അപ്പോൾ കടപ്ലാവിന് ഞാൻ കോൺസെൻട്രേഷൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പെർ ട്രീ ഈൽഡിൽ ഏറ്റവും ബെസ്റ്റ് ചക്ക സിന്ദൂർ, എന്തിനേക്കാളും ബെറ്റർ ദാൻ റംബൂട്ടാൻ. ഇപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഈ ഒരു പ്ലാവ്, ഈ സിന്ദൂർ, അന്ന് 25 ചക്ക ഉണ്ടെന്ന് വിചാരിക്കും. മിനിമം നമുക്ക് 500 രൂപ വെച്ച് കിട്ടിയാൽ 12,500 രൂപയായി. ഏറ്റവും ചിലവ് കുറവ്. നമുക്ക് അതുമ്മക്ക് ആകെ കൊടുക്കേണ്ടി വരുന്നത് എന്താ? ഒരു വർഷം മാക്സിമം ഒരു ചക്കയുടെ ചിലവിലുള്ള വളം നമ്മൾ കൊടുത്താൽ മതി. 2 ചാക്ക് ചാണകപ്പൊടിക്ക് 400 രൂപ അല്ലെങ്കിൽ 500 രൂപ. രാസവളങ്ങളും മറ്റെല്ലാ വളങ്ങൾക്കും കൂടെ അനദർ 150 രൂപ. ഒരു 500-600 രൂപയുടെ വളം കൊടുക്കുക. പിന്നെ നനവിയല്ലേ വേണ്ടു ഇതിന്. 25 ചക്ക കിട്ടിയാൽ റംബൂട്ടാൻ അത്രയും മതി. റംബൂട്ടാൻ ഇത്രയും കിട്ടാൻ കുറേയും കൂടി സമയമെടുക്കും. റംബൂട്ടാൻ അത്രയും കിട്ടും. ഈ പറഞ്ഞ കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. പിന്നെ പ്ലാവ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചക്കയ്ക്കല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഞാൻ റംബൂട്ടാൻ ഗ്രോവേഴ്സിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ അവിടെ ഫുഡ് കഴിഞ്ഞിട്ട് ഡെസേർട്ട് സൈഡ് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചക്കയും ചുള കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു, പേസ്ട്രീസ് ഉണ്ടായിരുന്നു. എല്ലാവരും ചോറുണ്ട് കഴിയുന്നതിന് മുമ്പ് പോയിട്ട് ഇന്ന് ചക്കച്ചുള 4 പ്ലേറ്റിൽ വെച്ചു. ആരും പേസ്ട്രി എടുക്കാനോ സ്വീറ്റ്സ് എടുക്കാനോ മിൽക്ക് ഷേക്ക് അലുവ എടുക്കാനൊന്നും ആരും പോയില്ല. ചക്കച്ചുള കഴിയുന്നതിന് മുമ്പ് 2 വീതം പോയി എല്ലാവരും പ്ലേറ്റിൽ എടുത്ത് വെച്ചു. അതെല്ലാം മലയാളികളുടെയും ഉള്ളിലുള്ള ഒരു നൊസ്റ്റാൾജിക്കാണ്. ഏത് അമേരിക്കയിൽ ചെന്നാലും UK ചെന്നാലും ചക്ക കാണുമ്പോൾ അവൻ വെറുതെ അതിൻ്റെ അടുത്ത് പോയി നോക്കും, വില കണ്ട് തിരിച്ചു പോരും അല്ലേ. ചക്കയ്ക്ക് അങ്ങനത്തെ ഒരു അഫിനിറ്റി നമ്മുടെ മനസ്സിലെല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരു സംശയവും വേണ്ട. ചക്ക എന്ന് പറയുന്നല്ലാതെ ചക്ക ചുള പറിച്ച് അതിൻ്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ മലയാളി അവിടെ നിന്ന് മാറില്ല. ചക്കയുടെ ചുറ്റ് ഈച്ച പൊതിഞ്ഞു എന്ന് പറഞ്ഞ പോലെ മലയാളി എന്ന ആൾക്ക് ചക്ക കണ്ടു കഴിഞ്ഞാൽ ഹായ് ചക്ക എന്ന് പറഞ്ഞിട്ട് UK ചക്ക കണ്ടാലും അവൻ അതിൻ്റെ അടുത്ത് പോയി നോക്കും. അവനൊക്കെ അഫോർഡബിൾ ആവുന്ന വിലയാണ് അവൻ മേടിച്ചിരിക്കും. ചക്കയിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല വെറൈറ്റി സെലക്ട് ചെയ്യണം. ഞാൻ സിന്ദൂർ ധൈര്യമായിട്ട് അഡ്വൈസ് ചെയ്യും. വിയറ്റ്നാം ഡിസീസിന്റെ കൂടാരാണ്. വിയറ്റ്നാം ഇതിനകത്തൊരു 50-100 ഉണ്ട്. എനിക്ക് വേറെയും പറമ്പിൽ 10-200 ഉണ്ട്. വിയറ്റ്നാമിന് നമ്മൾ പതുക്കെ 1-2 വർഷമേ നല്ല ഈൽഡ് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ഈൽഡ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മരം ഒരു ശോഷിച്ച പോലെ വരും. പക്ഷേ സിന്ദൂരൊക്കെ ഓരോ വർഷം കഴിയും തോറും അവൻ മരത്തിന്റെ ആരോഗ്യം കൂടി വരുന്നു, ഈൽഡ് കൂടി വരുന്നു. ഇപ്പൊ നോക്കിയാൽ അത് വിയറ്റ്നാമാണ് നിൽക്കുന്നത്, ഇത് വിയറ്റ്നാമാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സെയിം പ്രായമാണ്. ഈ വിയറ്റ്നാം ഇനി അത് നിർത്താൻ പറ്റുമോ നമുക്ക്?
മനസ്സിലായോ? ഈ വിയറ്റ്നാം ഈ വർഷം ഞാൻ കളയും. ഈ ഭാഗത്ത് കുറച്ച് വേറെ ഇത് ഒരു പ്ലാവ്, വേറൊരു കടപ്ലാവ് മാറ്റുമായിരുന്നു ഇവിടെ, അത് ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളിൽ നിന്നൊരു പ്ലാവ് കളഞ്ഞപ്പോൾ ബാക്കി 4 എണ്ണത്തിന് സഫീഷ്യൻറ്റ് വെളിച്ചായി. എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷം ആ പ്ലാവ് പോയതിൻ്റെ എക്സ്ട്രാ ഈൽഡ് ബാക്കി ചുറ്റും 4 എണ്ണത്തിന് ഉണ്ടാവും. എട്ട് വർഷം പ്രായമായ ഒരു പ്ലാവിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഹെൽത്തി ലുക്കും ഉണ്ട്. ഇതിന്മേ ഈ പ്ലാവിൻ്റെ മെയിൻ പ്രോബ്ലം കമ്പ് വെയിറ്റ് കൂടിയിട്ട് മഴക്കാലം വരുമ്പോൾ ഒടിയാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ പ്രായത്തിൽ ഈ പ്ലാവിനുണ്ട്, എല്ലാ പ്ലാവുകൾക്കും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണേ. സിന്ദൂറിന് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം പല സ്ഥലത്തും കമ്പൊടിഞ്ഞ് പോയിട്ട് വേറെ ഷേപ്പൊക്കെ ഡെവലപ്പ് ചെയ്ത് കാണാം. ആ കമ്പൊടിഞ്ഞ് പോണ സ്ഥലത്താണ് തടിയുടെ ഉള്ളിലോട്ട് കേട് ഇറങ്ങണത്. ഈ വർഷം ഞാൻ J33 ാണ് കൂടുതൽ ചക്ക ഇങ്ങനെ കുരുകുരാന്നുണ്ടായിട്ട് അതുമെന്ന് J30 എല്ലാ പ്ലാവും ഒരു 50 എണ്ണം വീതം കുത്തി കളഞ്ഞിട്ടുണ്ട്. ഷേപ്പ് ഇല്ലാത്തത് കളയും, ഷേപ്പ് ഇല്ലാത്തത് കളയും. ഞാൻ ഷേപ്പ് ഇല്ലാത്ത കളയാനേ പറഞ്ഞിട്ടുള്ളൂ. ഷേപ്പില്ല, കാരണം നമ്മൾ സഫീഷ്യന്റ് വളം കൊടുത്തിട്ടുണ്ട്. ഈ മരത്തിന്റെ കടയ്ക്കൊക്കെ ഒരു 50 ചക്ക വന്നാലും സപ്പോർട്ട് ചെയ്യാവുന്ന വളം ഞാൻ കഴിഞ്ഞ വർഷം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാന ഫാക്ടറാണ്. വേണ്ടി വരുന്നത് വേണ്ടത്ര ന്യൂട്രീഷൻ ഇല്ലാതെ വരുമ്പോഴാണ് 50 ചക്ക ഉണ്ടായാലും അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഫെർട്ടിലൈസേഴ്സ് ഞാൻ അതിന്റെ അടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇത്രയും പോകുന്നൊരു പ്ലാവിന് 2 ചാക്ക് ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ 8 കൊട്ട ചാണകപ്പൊടി മരത്തിന്റെ കടയ്ക്ക് കയറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗ്രീൻ മാന്യൂർ കയറിയിട്ടുണ്ട്. പൊട്ടാഷ് 4 പ്രാവശ്യമായിട്ട് ഓരോ കിലോ 1.5 കിലോ വീതം ഓരോ പ്ലാവിന്റെയും കടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ 2 പ്രാവശ്യം ഞാൻ കാൽഷ്യം കൊടുത്തിട്ടുണ്ട്. ഡോളോമൈറ്റ് 2 കിലോ വീതം കൊടുത്തിട്ടുണ്ട്. കുമ്മായവും കൊടുത്തിട്ടുണ്ട് ധാരാളമായിട്ട് 2 പ്രാവശ്യമായിട്ട്. മാഗ്നീഷ്യം സൾഫേറ്റ് 1 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചക്ക ഉണ്ടാവാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഞാൻ ഇതിലേക്ക് SOP സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഈ ചക്കയൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ചക്കകളൊക്കെ ഒരു മാസം 1.5 മാസമൊക്കെ പ്രായമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ആ നവംബർ ഡിസംബറിൽ കൊടുത്ത SOP ഇതിനെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണേ. ഇതിനൊരു അഡ്വൈസ് ചോദിക്കാനായിട്ട് എക്സ്പേർട്സ് ആരുമില്ലല്ലോ, ചക്ക കൃഷിയിൽ അങ്ങനെ എക്സ്പേർട്സ് ആരുമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള സയന്റിസ്റ്റുമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചക്കയിലോട് താല്പര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വാഴയെ കഴിഞ്ഞ് ഇനി ചക്കയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ സിന്ദൂരാണ് ഈ കാണുന്നതെല്ലാം. നമുക്ക് ഈ കാണുന്നത് ഈ വരിയിൽ 2 വരിയിലും കാണുന്നത് സിന്ദൂരാണ്. ഓരോ പ്ലാവുമ്പോൾ നമുക്ക് കാണാൻ 10-25 ചക്ക വീതമുണ്ട്. ഇത് സിന്ദൂരാണ്. ഇതൊക്കെ മിക്കവാറും ഇപ്പുറത്തെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മൂത്തിട്ടുണ്ടാവും. ഇന്ന് മിക്കവാറും ഇതൊക്കെ ഇടുവർ. അതിൻ്റെ കളർ കണ്ടില്ലേ? സിന്ദൂർ മൂത്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു ക്യാരക്ടറാണ്. നല്ല ഒരു ഏതെങ്കിലും സൈഡ് നല്ല ബ്രൗണിഷ് ആവും. പിന്നെ ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം കുഴിഞ്ഞ് അവിടെ ചെറിയ സെക്രീഷൻസ് വരാൻ തുടങ്ങും. മൂത്തതിൻ്റെ ലക്ഷണമാണത്. ഇതാണ് സിന്ദൂരിൻ്റെ ക്യാരക്ടർ. നല്ല മൂപ്പായി കഴിഞ്ഞ് ഏതെങ്കിലും സൈഡ് ഇതുപോലെ കരിഞ്ഞ പോലെ വരും. J33 മാർക്കറ്റ് നന്നായിട്ടുണ്ട്. J33 ആദ്യത്തെ വർഷങ്ങളിൽ ഉണ്ടാകുന്ന ചക്കകൾ വളരെ ഷേപ്പ്ലെസ് ആയിട്ട് വരിക, ഭയങ്കര ചുളികളും മടക്കുകളായിരിക്കും. 1-2 വർഷം കഴിഞ്ഞ് പ്ലാവ് ഒന്ന് മൂത്ത്, അത് ഷേപ്പ്ലെസ് ആവുന്നതിൻ്റെ റീസൺ തന്നെ പക്ക പോളിനേഷൻ എല്ലാ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൽ നടക്കാത്തതുകൊണ്ടാണ് ഷേപ്പ് കറക്റ്റ് ആവാത്തത്. മനസ്സിലായോ? ഇപ്പോൾ ഈ വർഷമൊക്കെ തൊട്ട് ഷേപ്പ് വന്നു തുടങ്ങി. ഇപ്പം നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ ചില പ്ലാവുമ്പത്തെ ചക്കകൾ ഷേപ്പ് കുറവായിട്ട് കാണാം. അങ്ങോട്ട് നോക്കി J33 ചുളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ഈ വർഷം അതൊന്നും വിറ്റുപോവില്ല, ആരും വാങ്ങിക്കില്ല. ബയേഴ്സ് നമ്മുടെ ഇന്ന് കച്ചവടക്കാർ കൊണ്ടുപോയാൽ അവർക്ക് സെല് ചെയ്യാൻ പറ്റില്ല, അവരത് എടുക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൊത്തി കളയുകയോ സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സിനോ വീട്ടിലേക്ക് ഉപയോഗിച്ച് തീർക്കുള്ളൂ. എല്ലാ ദിവസവും ഒരു ആരെങ്കിലും വരുമല്ലോ പറമ്പിൽ, ഒരു 1 hour ഈ ഇത് ഇത്രയും വെള്ളം വീണുകൊണ്ടിരിക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ? അത് മരത്തിൻ്റെ ഒരു 1 മീറ്റർ ദൂരേക്ക് വെള്ളം വീഴാവുന്ന രീതിയിൽ ഇട്ടേക്കണേ. അത് കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്, തടിയോട് ചേരെ വെള്ളം വീഴാൻ പാടില്ല, 1 മീറ്റർ ദൂരെ വെള്ളം വീഴാൻ പാടുള്ളൂ. അപ്പോൾ സഫീഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുന്നുണ്ടാവും. എല്ലാ മരത്തിൻ്റെയും കാണാം നമുക്ക് ഒരു 30-40 ലിറ്റർ 50 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും എല്ലാ മരത്തിൻ്റെയും കടയ്ക്ക് വീഴുന്നുണ്ട്. കമേഴ്ഷ്യലായിട്ട് പ്ലാവ് കൃഷിക്ക് ഇറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇനീഷ്യലി പ്ലാവുകൾക്ക്
കായ്ച്ചു കഴിഞ്ഞാലും കായ്ക്കുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയ പ്രായത്തിലും വെള്ളം സഫീഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിലേ നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. വളം കൊടുക്കാൻ നമ്മൾ എല്ലാവരും പ്ലാവ് അങ്ങനെ വെച്ചിട്ട് പോന്നാൽ മതി, തിരിച്ച് നോക്കണ്ട എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും നോക്കണ്ട. പ്ലാവിനെ നമ്മൾ വാഴ നോക്കുന്ന പോലെ, തെങ്ങ് നോക്കുന്ന പോലെ, അടയ്ക്കാമരം നോക്കുന്ന പോലെ, നേന്ത്രവാഴയ്ക്ക് കെയർ കൊടുക്കുന്ന പോലെ പ്ലാവിനെ നോക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ പ്ലാവ് ഈ ഉദ്ദേശിച്ച പോലത്തെ ക്വാളിറ്റിയിലേക്കൊന്നും വരില്ല. ഞാൻ നല്ലതുപോലെ കെയർ ചെയ്തിട്ടുണ്ട്. ആ കാര്യം എനിക്ക് നന്നോട്ട് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. എനിക്ക് നല്ലപോലെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ റിസൾട്ട് ഇപ്പോഴാണ് കിട്ടിയത്. പ്ലാവ് കൃഷിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ വെറൈറ്റി സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ വിറ്റ് പോകാൻ സാധ്യതയുള്ളത് കൃഷിയായിട്ട് കാണുന്നില്ല. കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യണമെന്നുള്ള ആൾക്കാർ മാർക്കറ്റിൽ വാല്യൂ വരുന്ന പ്ലാവുകൾ J33 ഉണ്ട് എൻ്റെ കയ്യിൽ, സിന്ദൂർ ഉണ്ട് എൻ്റെ കയ്യിൽ, പിന്നെ 2-3 ഫാമുകളിൽ നിന്ന് എടുത്ത് ഇനിയും വെറൈറ്റി ഏതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത നല്ല ചക്കകളുണ്ട് എൻ്റെ കയ്യിൽ. അത് ഏതെങ്കിലും എക്സ്പേർട്സൊക്കെ വന്ന് എന്നെ ആ വെറൈറ്റി ബ്രീഡ് ഏതാണെന്ന് കണ്ടെത്തി പറയാൻ സഹായിച്ച് വലിയ ഉപകാരമായിരിക്കും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചക്ക കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇത് സിന്ദൂരാണ്. സിന്ദൂരിനുള്ള ഗുണം, സിന്ദൂർ ഒരിക്കലും കട്ട കുത്തി നമുക്ക് കേടുവരും. മാക്സിമം ഒരു കൊലയ്ക്കകത്ത് 2 എണ്ണേ വരുള്ളൂ. ഇപ്പോൾ ഈ പ്ലാവുമ്പോൾ നോക്കിയാൽ കാണാം, 8 വർഷം പ്രായമായ പ്ലാവാണ്. ഒരു 10-20 ചക്ക നമുക്ക് 20-25 ചക്ക കാണാം. 25 ചക്ക എന്ന് പറഞ്ഞാൽ 15 കിലോ ആവറേജ് സൈസ് വരും ഇത്. ഇപ്പം ഇതുമെന്നൊരു ഈ വർഷം ജാനുവരിയിലൊക്കെ ഒരു 7-8 എണ്ണൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. മൂത്തത് ഇട്ടുപോയ മുറിപ്പാടുകൾ കാണാം നമുക്ക്. ഒരു 15 കിലോ വീതം ചക്ക കിട്ടിയാൽ ഒരു പ്ലാവുമെന്ന് എങ്ങനെ പോയാലും 10,000 രൂപ കിട്ടും. എങ്ങനെ പോയാലും ഒരു 30 അടി അകലെങ്കിലും വേണം സിന്ദൂറാണ് വെക്കണമെങ്കിൽ. വിയറ്റ്നാം വെക്കുന്ന പോലെ 10 അടി 12 അടി അകലത്തിൽ വെച്ചാൽ പോരാ. 30 അകലെങ്കിലും വേണമെങ്കിൽ, എന്നാലാണ് ഇതിന് ഇനിയും വളരും, ഇത് ഇനിയും വലുതാവും. ഇപ്പോൾ ഈ വലുതായി വരുമ്പോൾ ഇനി അപ്പുറത്ത് നിൽക്കുന്ന ചെറിയ മാവ്, ഈ പ്ലാവ് ഞാൻ ഇപ്പോൾ അടുത്ത വർഷം നന്നായിട്ട് ചക്ക തന്നില്ല, ഇതിനെ ഞാൻ കളയും. ഈ ഒരു സിന്ദൂറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ അതൊരിക്കലും ലോസ് ആവില്ല. അത് എൻ്റെ ഒരു തോന്നലനുസരിച്ചിട്ട് ഇതൊരു 3.5 ഏക്കർ പറമ്പാണ്. ഇത് പറയുമ്പോൾ അതിശയോക്തിയാണോ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണോ എന്നൊക്കെ തോന്നാം. ഇതിനകത്ത് നല്ലതുപോലെ ഈൽഡ് തരുന്ന ഇതേപോലത്തെ ഇതായിട്ടും വിയറ്റ്നാം അല്ല J33 ആയിട്ടും സിന്ദൂരായിട്ടും പിന്നെ വേറെ 2-3 വെറൈറ്റി ആയിട്ടൊക്കെ ഒരു 300ഓളം പ്ലാവുകൾ, ഇത്രയും ചക്ക തരുന്ന പ്ലാവുകളുണ്ട്. 300ഓളം പ്ലാവുമെന്ന് എനിക്കൊരു 10,000 രൂപ വെച്ച് കിട്ടിയാൽ എത്ര രൂപയായി? അത് മലപ്പുറക്കാരൻ്റെ സ്വപ്നമാണെന്നും ആവാം, ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആവാം. ഈ വർഷം 2017 ഒരു ബെയർലാൻഡ് ആയിരുന്നു. ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടെന്ന് കണ്ടു. ഇത് ഇങ്ങനെ കിടന്നതിൻ്റെ ലാൻഡിനെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് മാനുവൽ ലേബർ കുറവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കുറവുള്ള കൃഷി അന്വേഷിച്ചിട്ടാണ് ഞാൻ ചക്കയിലേക്ക് എത്തിയത്. ഇതിനകത്ത് ആ ചക്ക കൃഷി, പ്ലാവ് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് ഞാൻ പപ്പായ കൃഷി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അട്ടർ ഫെയിലിയർ ആയിരുന്നു, ഹെവി ലോസ് ആയിരുന്നു. ഒരു 2000ഓളം പപ്പായ കൃഷി പ്ലാവിൻ്റെ കൂടെ തന്നെ, പ്ലാവ് തൈ വെച്ചതിൻ്റെ കൂടെ തന്നെ ചെയ്തേ. നീറ്റായിട്ടൊരു 3-4 ലക്ഷം രൂപ അതിൽ പോയി. ഈ പ്ലാവ് തൈ വെച്ച ആ വർഷം ഞാൻ ഇതിനകത്ത് കേരളത്തിൽ ആദ്യമായിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഏറ്റവും വലിയ കുറുന്തോട്ടി കൃഷി നടത്തി. അതെൻ്റെ പേരിലുള്ളതാണ് റെക്കോർഡ് കിടക്കുന്നത്. 4 ഏക്കർ 3.5 ഏക്കർ സ്ഥലം കുറുന്തോട്ടി കൃഷി നടത്തി. 6 മാസം കൊണ്ട് ഈ 3.5 ഏക്കർ സ്ഥലത്ത് നിന്ന് എനിക്ക് 4 ലക്ഷം രൂപ ലോസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ചക്ക കൃഷിയിലേക്ക് വരാം. അപ്പം അങ്ങനെ ഞാൻ പ്ലാവ് കൃഷി വെച്ചപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ തുടങ്ങിയതല്ല, ഇതൊരു പാഷൻ പോലെ തുടങ്ങാൻ തുടങ്ങി. പല ഫാമുകളിൽ നിന്നായിട്ട് എനിക്ക് ടോം കോട്ടയം ചെങ്കളം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് എനിക്ക് ഈ സിന്ദൂർ തന്നത്, സിന്ദൂരിനെ പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹം സിന്ദൂർ തന്നപ്പോൾ അത് 5-ാം വർഷം കായ്ക്കുള്ളൂ എന്ന്, 6-ാം വർഷം കായ്ക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതിനാൽ ഞാൻ കൊണ്ടുവന്നു, ഞാൻ വെച്ചു. അത് ഇത്ര അകലം വേണമെന്നുള്ള സജഷനൊന്നും ആരും പറയാനുണ്ടായിരുന്നില്ല, അങ്ങനെ വെച്ചുകൊണ്ട് പോന്നു. അതുകൂടാതെ വേറെ കുറച്ച് ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിനകത്തൊരു 500ഓളം പ്ലാവുകളുള്ളതിൽ 2-3 ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്നു. ടോമിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതുണ്ട്, തൃശ്ശൂർ NRയിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. പക്ഷേ ടോമിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണോ NRയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് അറിയില്ല. ഇതിനകത്ത് ഒരു ഏകദേശം 100ഓളം പ്ലാവുകൾ നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. അതും എനിക്ക് ഈ കൃഷിയിൽ ഇറങ്ങുന്നവരോട് പറയേണ്ടതുണ്ട്. ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും നമുക്ക് പോലും തിന്നാൻ പറ്റാത്ത തരത്തിലുള്ള കൂഴച്ചക്ക, പാഴച്ചക്ക, ഇതുപോലെ കൃഷി ബഡ് ചെയ്ത് വിൽക്കുന്നവർ എന്തിന് അത് ചെയ്യണം? പഴച്ചക്ക വെറുതെ അഴുകി തുറന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു 10-50 പ്ലാവ് ഇതിനകത്ത് വന്നു. ഏതോ ഫാമിൽ നിന്ന് എനിക്ക് തന്നതാണ്. ഫാമുകാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാമുകാരെ ആരോ പറ്റിച്ചു.
അത് അൾട്ടിമേറ്റ്ലി ചക്ക കൃഷിയിൽ ഇറങ്ങി അവസാനം 5-ാം കൊല്ലം 6-ാം കൊല്ലം ചക്ക ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കി ഇട്ട് കഴിയുമ്പോൾ ആ കൃഷിക്കാരനാണ് അതിൻ്റെ അൾട്ടിമേറ്റ് പ്രയാസം അനുഭവിക്കുന്നത്. എന്ത് സങ്കടമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറെ കുറച്ച് ചക്ക തന്നുണ്ട്. അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചക്കന് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. പഴുത്ത് വരുമ്പോൾ നല്ല കറുത്ത നിറമൊക്കെ ആയിരിക്കും. അപ്പോൾ കംബോഡിയൻ ചാക്കാണെന്ന് ആരൊക്കെ പറഞ്ഞു. പക്ഷെ അത് വെട്ടി നല്ല മധുരമുണ്ട്, നല്ല കളറുമുണ്ട്. പക്ഷെ ചുളയമ പിടിച്ച് കൂഞ്ഞയിൽ നിന്നും മടലിൽ നിന്ന് പിടിച്ചെടുക്കാൻ നമുക്ക് കിട്ടില്ല. ബലം പിടിച്ചെടുക്കുമ്പോഴേക്കും ചുള വിളാവും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനോ കമേഴ്ഷ്യലി വിൽക്കാനോ പറ്റില്ല. അങ്ങനത്തെ ഒരു 10-50 പ്ലാവിനകത്ത് വെട്ടുണ്ട്. അതിൽ മിക്കവാറും എല്ലാം ഞാൻ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 500 പ്ലാവ് വെച്ചതിൽ ഒരു 100 ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞു. ഇനിയും അടുപ്പം കൂടുതലുള്ളത് നോക്കി, ഈൽഡ് കുറവുള്ളത് നോക്കി, ക്വാളിറ്റി കുറഞ്ഞ പ്ലാവുകളെ നോക്കിയിട്ട് ഞാൻ കളയും. എന്നാലൊരു 300-350 പ്ലാവ് ഈ 3.5 ഏക്കർ പറമ്പിനകത്ത് ഉണ്ടാവും. അത് മതി. മനസ്സിലായോ? ഒരു 350 പ്ലാവിൽ നിന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപയുടെ ചക്ക വിറ്റുണ്ടാവും, ഇടിയൻ ചക്കയായിട്ടും മൂത്ത ചക്കയായിട്ടും. ഈ വർഷം എനിക്ക് ഉറപ്പാണ് ഇപ്പം എനിക്ക് കിട്ടുന്ന വില കിട്ടുകയും ഇപ്പോൾ എൻ്റെ നിന്ന് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ ആ ഡിമാൻഡ് നിലനിൽക്കുകയും ചെയ്താൽ ഒരു 15 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്ക് ഞാൻ ചക്ക വിൽക്കും. ഉറപ്പാണ് ആ കാര്യം. 3.5 ഏക്കറിൽ നിന്ന് ഉറപ്പായിട്ടും വിൽക്കും. ചാണകപ്പൊടിയും ജൈവവളവും രാസവളവും പിന്നെ ഈ പണിക്കാരുടെ കാര്യങ്ങളും മാക്സിമം നമുക്ക് ചിലവ് വരുന്നത് ഒരു 1-1.5 ലക്ഷം രൂപയുടെ ചിലവ് വരും. ഒരു മരത്തിന് മാക്സിമം നമുക്ക് വരാൻ പോകുന്നത് 1000 രൂപ. അത്രേ കോസ്റ്റ് വരുള്ളൂ. കാരണം വളവും നനയും ലേബർ എല്ലാം കൂടി 1000 രൂപ കോസ്റ്റ് എന്തെങ്കിലും കണക്കാക്കാം. ഞാൻ ഈ പ്ലാവുമ്പോൾ ചക്കയിടാൻ വരുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ കയറ്റിക്കില്ല. എൻ്റെ ജോലിക്കാരാണ് ചക്കയിട്ട് കൊടുക്കുള്ളൂ. അത് ഞാൻ കർശനം പറഞ്ഞിട്ടുണ്ട്. വേറെ പുറത്തുനിന്ന് ആരും പ്ലാവുമ്പോൾ കയറണ്ട. എൻ്റെ ജോലിക്കാർ കയറുന്നു, ചക്ക അവരിടുന്നു, തൂക്കം കൊടുക്കുന്നു. കാരണം അവർ കയറുമ്പോൾ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ഇതിൻ്റെ ചവിട്ടിയിട്ട് വേറെ ഒരു ചക്ക ഇടാൻ കയറുന്ന ആൾ 4 ചക്ക കളയും. അപ്പം അതുകൊണ്ട് അത് ഒന്നുകിൽ കോണി വെച്ച് ചാരി കയറണം, അല്ലെങ്കിൽ അത്രയും കെയർഫുള്ളായിട്ട് കയറണം. ചക്ക ഇടുമ്പോൾ മറ്റുള്ള മുകളിൽ വീഴാതെ ഇടണം. പിന്നെ ചക്ക നമ്മളിടുമ്പോൾ ചാക്കിൽ ഇറക്കുന്ന രീതിയുണ്ട്. പിന്നെ എനിക്ക് അവിടെ നിങ്ങൾക്ക് കാണാം സ്പോഞ്ച് ബെഡ് കണ്ടില്ലേ, 6 ഇഞ്ച് കനത്തിലുള്ള ഹ്യൂജ് ബെഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്ക വീഴുമ്പോൾ കറക്റ്റ് അതിനകത്തേക്കേ വീഴുള്ളൂ. അത് തിക്നെസ് കൂടി ഏകദേശം ഒരു 1 ഫീറ്റ് 6 ഇഞ്ചല്ല 10 ഇഞ്ച് 12 ഇഞ്ച് ഹൈറ്റുള്ള ബെഡ് ആയതുകൊണ്ട് ചക്ക വീണ് കഴിഞ്ഞാൽ അതിനകത്ത് പതുക്കെ അങ്ങോട്ട് ഇരിക്കുകയുള്ളൂ. അതിന് ഉരുണ്ട് പോയി ചതയാനുള്ള സാധ്യത കുറവാണ്. അത് ചക്ക കൊണ്ടുപോയി ആരും ചതഞ്ഞു എന്നുള്ള പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ ഇടുന്നത്. പിന്നെ ചക്ക വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ വന്നിട്ട് അവരെ കാണിച്ചു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ മൂപ്പ് ഉറപ്പാക്കിയിട്ട് ചക്ക ഞങ്ങൾ ഇടാറുള്ളൂ. അവർ പറയും ഇട്ട് വെച്ചോളാൻ പറയും. ഞാൻ ചെയ്യില്ല അത്. കാരണം പിന്നീട് കൊണ്ടുപോയിട്ട് അത് മൂപ്പുണ്ടായിരുന്നില്ല എന്നുള്ള പരാതി വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി. കാരണം ഞങ്ങൾ അങ്ങനെ ഇട്ട് വെച്ചു, കൊണ്ടുപോയിട്ട് അത് മൂപ്പ് കുറവായിരുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമല്ലേ? കൃഷിക്കാരൻ നമ്മൾ സാധനം കൊടുത്തിട്ട് അവർക്കത് ഉപകാരപ്പെട്ടില്ല എന്ന് കേൾക്കുമ്പോഴുള്ള സങ്കടമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കർശനമായ തീരുമാനം ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് എടുത്തേക്കണേ. ഈ മാസം തുടക്കത്തിലാണ് അത് സംഭവിച്ചത്. കൊണ്ടുപോയി ചക്ക മൂപ്പുണ്ടായിരുന്നില്ല എന്നുള്ള പരാതി വന്നു. അപ്പോൾ അത് ഇനി ആ പ്രശ്നം വേണ്ട. മീഡിയേറ്റേഴ്സാണ് വരുന്നത് നമ്മുടെ അടുത്ത്. അവർ നമ്മുടെ ഒരു വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകണു. അവർ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവർക്കോ വേറെ വിലയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് പോയിക്കണം. ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോണേ. ഇപ്പം ഇന്ന് കയറി പോണത് എക്സ്പോർട്ട് ചെയ്യാനാണ് പോണത്. മിക്കവാറും എൻ്റെ ചക്ക ഇപ്പം ഇന്ന് കയറി പോണ ചക്ക നാളെ മോർണിംഗ്, ഇപ്പം ഇന്നിപ്പോൾ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാവിലെ ദുബായിൽ, UAE UK എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ സാധനം ഡിസ്പ്ലേയിലുണ്ടാവും. ഇത് കൊടകരയുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ ടെന്നീസിൻ്റെ തോട്ടമാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് സിന്ദൂര വെറൈറ്റിയാണ്. സിന്ദൂര എന്ന് വെച്ചാൽ കൊല്ലം സദാനന്തപുരം അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഇനമാണ്. ഇവിടെ മാത്രമേ ഇത്രയും സിന്ദൂരം ഉള്ളൂ. പിന്നെയുള്ളത് J33 രണ്ടും വെറൈറ്റിയുടെ കാര്യത്തിൽ ഗുണമേന്മയുടെ കാര്യത്തിൽ മികച്ച ഇനങ്ങളാണ്. സിന്ദൂര കട്ട് ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറാണ്, ഏകദേശം തക്കാളിയുടെ ഒരു കളർ വരും. അതുപോലെ J33 നല്ല ഒരു ഗോൾഡൻ യെല്ലോ ടോണാണ്. രണ്ടും നല്ല ടേസ്റ്റിയാണ്. പിന്നെ വെറൈറ്റി പറയാനുണ്ടെങ്കിൽ J33 അപേക്ഷിച്ച് സിന്ദൂര കുറച്ചൊരു ജ്യൂസിയാണ്, പക്ഷെ നല്ല സ്വീറ്റാണ്. പിന്നെ ഈ വർഷത്തെ ഒരു ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 പ്രാവശ്യം
ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചക്ക ഇപ്പോൾ നിലവിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചക്കയുടെ ആവശ്യക്കാർക്ക് ധാരാളം ഇനങ്ങൾ ലഭിക്കാൻ ഒരു അവസരം ഈ കൊല്ലമുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചക്ക ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത് എക്സ്പോർട്ടേഴ്സിനാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നുണ്ട്, കർണാടകയിലേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പല ഉപയോഗത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റുള്ള നമ്മുടെ കേരളമല്ല, പുറത്തെ സംസ്ഥാനങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും സീസൺ അനുസരിച്ച് കേരളത്തിൽ നിന്നാണ് ചക്ക പ്രധാനമായിട്ടും കയറി പോകുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ചക്ക കയറി പോകുന്നത് നിലയ്ക്കും. പിന്നെ ഇവിടെ കാലാവസ്ഥ അനുസരിച്ച് റെയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചക്ക കുറേ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സീസണിൽ ചക്ക കേരളത്തിൽ നല്ല ടേസ്റ്റാണ്. ചക്കപ്രിയർ കേരളത്തിൽ കൂടി വരികയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചക്ക വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നവർ ഗുണമേന്മയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കുറച്ച് ക്ഷമയോടുകൂടി ഒരു 4-5 വർഷം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഫലം ലഭിക്കാൻ കാത്തിരുന്ന് നല്ല ഇനങ്ങൾ കൃഷി ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത്. എല്ലാവരും ട്രെൻഡിൻ്റെ പുറകെ പോലെ അനുകരണ സ്വഭാവത്തിൻ്റെ പോകാതെ നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുക. പ്രത്യേകിച്ച് ഡോക്ടർ അതിനൊരു മാതൃകയാണ്. അദ്ദേഹം സിന്ദൂര, അതേപോലെ ഡാങ് സൂര്യ, J33 അങ്ങനെ മികച്ച ഇനങ്ങളാണ് തോട്ടത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഫലം ലഭിക്കുന്നുണ്ട്. വിപണിയിലും ഇത്ര ഇനങ്ങൾക്ക് നല്ല മൂല്യമാണുള്ളത്. ചക്കയുടെ ഗുണമേന്മ അനുസരിച്ച് ചക്കയ്ക്ക് വില വ്യത്യാസം വരും. ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് വരുന്നത്. സിന്ദൂര, ഡാങ് സൂര്യ, J33 ഒക്കെ ഒരു പ്രീമിയം കാറ്റഗറി അനുസരിച്ച് വില ഉയർന്നു നിൽക്കും. പിന്നെ നാടൻ ഇനങ്ങളിൽ തന്നെ തേൻ വരിക്കയുണ്ട്, അങ്ങനെയുള്ള ചെമ്പരത്തി വരിക്കയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏകദേശം ഇതിനോട് അടുത്ത് തന്നെ വിപണിയിലെ മൂല്യമുണ്ട്. പക്ഷേ നാടൻ ഇനങ്ങൾക്ക് പൊതുവേ ഒരു വില കുറവുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല വില കിട്ടും.